തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ തിരുവനന്തപുരത്ത് ബിജെപി നേതാവ് ജീവനൊടുക്കി. തൃക്കണ്ണാപുരത്ത് വിമത സ്ഥാനാർത്ഥിയായി നിന്ന ബിജെപി നേതാവ് ആനന്ദ് കെ തമ്പിയാണ് ആത്മഹത്യ ചെയ്തത്. തൃക്കണ്ണാപുരത്ത് സ്ഥാനാർത്ഥിയാകാനുള്ള താൽപര്യം നേതൃത്വത്തെ അറിയിച്ചിട്ട് തന്നെ പരിഗണിച്ചില്ലെന്നും ആനന്ദിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. ആത്മഹത്യ ചെയ്ത ബിജെപി കൗൺസിലർ തിരുമല അനിലിന്റെ ബന്ധു കൂടിയാണ് ആനന്ദ്. അതേസമയം തുടരെ ഉണ്ടാകുന്ന ബിജെപി നേതാക്കളുടെ ആത്മഹത്യയിൽ സംസ്ഥാന ജില്ലാ നേതൃത്വം മറുപടി പറയണമെന്ന് CPIM ജില്ലാ സെക്രട്ടറി വി ജോയ് വ്യക്തമാക്കി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൃക്കണ്ണാപുരം വാർഡിൽ ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്ന നേതൃത്വത്തെ നേരത്തെ ആനന്ദ് അറിയിച്ചതാണ്. എന്നാൽ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ ആനന്ദിനെ ഒഴിവാക്കി പ്രാദേശിക നേതാക്കളുടെ മണ്ണ് മാഫിയ ബന്ധം സംരക്ഷിക്കാൻ വേണ്ടി മണ്ണ് മാഫിയക്കാരനായ വിനോദ് കുമാർ എന്ന അനിയെ ബിജെപി സ്ഥാനാർത്ഥിയാക്കി. പിന്നാലെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുവെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ആനന്ദ് കെ തമ്പി അറിയിച്ചത്. 16 വയസ്സു മുതൽ RSSകാരനായി പ്രവർത്തന രംഗത്ത് സജീവമായിരുന്ന തന്നെ അവഗണിച്ചതിലുള്ള വിയോജിപ്പ് ആനന്ദ് നേതൃത്വത്തെ അറിയിച്ചിരുന്നു. എന്നിട്ടും പരിഹാരമുണ്ടായില്ല. പിന്നാലെ തനിക്ക് വേണ്ടി പ്രചരണ രംഗത്തിറങ്ങിയ മറ്റ് ബിജെപി RSS നേതാക്കളെയും പാർട്ടി നേതൃത്വം വിലക്കിയതോടെ അടുത്ത സുഹൃത്തുക്കൾ പോലും തന്നിൽ നിന്നും അകന്നുവെന്നാണ് ആനന്ദിന്റെ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നത്. ഇതിലുണ്ടായ മാനസിക സമ്മർദ്ദമാണ് ആത്മഹത്യക്ക് കാരണമെന്നും RSSകാരനായി ജീവിച്ചതാണ് തന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്നും ആനന്ദ് തുറന്നു പറയുന്നുണ്ട്. ബിജെപിയിൽ തിരുവനന്തപുരത്ത് മാത്രം 2 മാസത്തിനിടെ 2 ആത്മഹത്യകളാണ് ഉണ്ടായത്. തുടരെയുണ്ടാകുന്ന ബിജെപി നേതാക്കളുടെ ആത്മഹത്യയിൽ സംസ്ഥാന ജില്ലാ നേതൃത്വം മറുപടി പറയണമെന്ന CPIM ജില്ലാ സെക്രട്ടറി വി ജോയ് വ്യക്തമാക്കി. ബിജെപിയുടെ ജില്ലാ സംസ്ഥാന നേതൃത്വം മറുപടി പറയേണ്ട ഏറ്റവും ഗുരുതരമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ തുടരെ തിരുവനന്തപുരം നഗരത്തിൽ നടക്കുകയാണ്. അതുകൊണ്ട് വളരെ സീരിയസ് ആണ് ഈ പ്രശ്നം. ബിജെപി നേതൃത്വം വെട്ടിലായിരിക്കുകയാണ്. തുടരെയുള്ള ഈ ആത്മഹത്യകൾ ബിജെപിയെ ഛിന്നഭിന്നമാക്കും. ആനന്ദ് ആത്മഹത്യാക്കുറിപ്പിൽ സൂചിപ്പിച്ചതുപോലെ പ്രാദേശിക നേതാക്കൾക്ക് മണ്ണ് മാഫിയ ബന്ധമുണ്ടെന്ന് തൃക്കണ്ണാപുരം LDF സ്ഥാനാർത്ഥി അജിൻ പറഞ്ഞു. ആനന്ദ് കൊടുത്ത ഒരു മെസ്സേജ് ഉണ്ട്, അതിനകത്ത് എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറയുന്നുണ്ട്. ഇന്നലെയല്ല, വർഷങ്ങൾക്ക് മുമ്പേ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർക്കെല്ലാം ഇതുമായിട്ട് ബന്ധം ഉണ്ട്. JCB സ്വന്തമായിട്ടുള്ളവരുണ്ട്, ടിപ്പർ സ്വന്തമായിട്ടുള്ളവരുണ്ട്. ബിജെപി RSS നേതാക്കളുടെ ഭീഷണിയെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ആനന്ദ് ശിവസേനയിൽ ചേർന്നത്. തുടർന്ന് മത്സരരംഗത്ത് ഇറങ്ങാമെന്നായിരുന്നു തീരുമാനം. അതിനിടയിലാണ് വീടിന് പുറകുവശത്തെ ഷെഡിൽ ആനന്ദിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ പൂജപ്പുര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആനന്ദിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടവും പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് കൈമാറും. അതേസമയം തന്റെ മൃതദേഹം ബിജെപി RSS നേതാക്കളെ കാണാൻ അനുവദിക്കരുതെന്നും ആത്മഹത്യക്കുറിപ്പിൽ ആനന്ദ് അഭ്യർത്ഥിക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.